നമസ്കാരം എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വാർത്തയിൽ ഇടം പിടിച്ച ഒരു വാർത്ത ശ്രീ വി എം സുധീരൻ്റെ നിലപാടാണ്. അതെന്നെ ഏറെ സന്തോഷപ്പെടുത്തി എന്ന് മാത്രമല്ല, വളരെ കൗതുകവും തോന്നി. വളരെ രസകരമായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ, ചില നിലപാടുകൾ അറിയിച്ചു. ശ്രീ വി എം സുധീരൻ എന്നും SNDP ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുന്നൊരു വ്യക്തിയാണ്. SNDP ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവി വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പെടുത്തിയ ഒരു വ്യക്തി കൂടിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഏത് കാലത്തെയും അഭിപ്രായം. കഴിഞ്ഞ ദിവസം മെയിൽ 26 ശേഷം UDF മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ വി എം സുധീരൻ പാർട്ടിക്ക് താക്കീത് നൽകി. ജാഗ്രത വേണമെന്ന് ഈ SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പറ്റി വളരെ കരുതലോടെ കാണണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളല്ല, അദ്ദേഹത്തിൻ്റെയോട്ടുള്ള ചങ്ങാത്തം കരുതലോടെ വേണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഈയിടെ മലപ്പുറത്ത് നടത്തിയ ചില വിവാദ പ്രസ്താവനകൾ കേരള സമൂഹത്തിൽ വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം അത് ഉണ്ടാക്കാനും ഒരു വർഗീയ ഭ്രാന്താലയമാക്കാനുമുള്ള ഒരു ബോധപൂർവമായ ശ്രമം വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ശ്രീ വി എം സുധീരൻ അണികളോട് പറഞ്ഞത്, മുന്നണിയോട് പറഞ്ഞത്, സർക്കാരിനോട് പറഞ്ഞത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു കാലത്തും ഒരു സ്ഥിരമായ രാഷ്ട്രീയ അനുഭാവം ഉള്ളൊരു വ്യക്തിയായിരുന്നില്ല. കാര്യസാധ്യത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ്. അത്തരക്കാരായിട്ടുള്ള ഒരു ചങ്ങാത്തം മുന്നണിക്ക് ദോഷം ചെയ്യും എന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യമായി മുന്നണിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇദ്ദേഹം CPM-നെ ഇദ്ദേഹവുമായിട്ടുള്ള ചങ്ങാത്തം വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്നും അത് കണ്ടെത്തുകയുണ്ടായി. അദ്ദേഹം മുന്നണിയോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയുണ്ടായത്. കാരണം പി ഗംഗാധരനെ പോലെ എത്രയോ വലിയ നേതാവാണ് പി ഗംഗാധരൻ. അദ്ദേഹത്തെ SNDP ആയിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ഒരു കാലഘട്ടത്ത് നിയോഗിച്ച വ്യക്തി കൂടിയാണ്. SNDPയെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരം ഒരു ധീരനായ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു നേതാവ് ഒരിക്കൽ SNDPയോടൊപ്പം തന്നെ ഒരു പ്രോസസ്സിൽ പങ്കെടുത്തു, ഒരു ജാഥയിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ EMSൻ്റെ കാലഘട്ടത്ത് പി ഗംഗാധരനെ പോലെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ആ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയൻ ഈ അയ്യപ്പ സംഗമത്തിൽ പരസ്യമായി അദ്ദേഹം നിരന്തരമായി വർഗീയ പ്രസ്താവനകളൊക്കെ നടത്തി എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തോടൊപ്പം തന്നെ ശബരിമലയ്ക്ക് ഒരു കാറിലിരുന്ന് യാത്ര ചെയ്ത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തിരിച്ചടി ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ CPM-ന് വളരെയധികം തിരിച്ചടി ഉണ്ടായത് എന്നാണ് ശ്രീ വി എം സുധീരൻ്റെ നിഗമനം. അത് തെറ്റല്ല, അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ അണികളെ അല്ലെങ്കിൽ മുന്നണി സർക്കാരിനെ അദ്ദേഹം വളരെയധികം അത്തരം വ്യക്തിത്വങ്ങളുമായിട്ട് അകലം പാലിക്കേണ്ടത് പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കേണ്ടതിന് അത്യാവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായത്. ആ ഒരു നിലപാട് വേണം മുന്നണി സ്വീകരിക്കാൻ. അങ്ങനെയാണെങ്കിൽ UDF-ന് ഇനി തിരിച്ചുവരവും നിലനിൽപ്പും ഉണ്ടാകുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുക. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതും ശ്രീ വി എം സുധീരൻ്റെ കാലത്തിനൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പോക്കും എന്നിൽ വളരെയധികം സന്തോഷവും കൗതുകവും ഒക്കെ ഉണർത്തുകയും അതേസമയം തന്നെ അതെന്താണെന്ന് വെച്ചാൽ
മഹേഷ് എന്ന മനുഷ്യൻ്റെ ആത്മഹത്യ യൂണിയൻ ഓഫീസിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത മഹേഷ് എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ SNDP ജനറൽ സെക്രട്ടറി ആയ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന മഹേഷിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ മരണത്തെ കുറിച്ച് ഒരു പുനരന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിവേദനം അദ്ദേഹം സമർപ്പിക്കും. വളരെ ധീരമായ നിലപാടാണ്, അല്ലെങ്കിൽ കറകളഞ്ഞ കൃത്യമായ നിലപാടാണ്. സമൂഹം ആഗ്രഹിക്കുന്ന ഒരു ആധുനിക സമൂഹം, അതല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധത നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി SNDP മാറിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. അദ്ദേഹം ഒരു പിടി അഴിമതി കേസുകളിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മൈക്രോ ഫിനാൻസ് കേസുകളിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു ആളുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ഏറ്റവും തലമുതിർന്ന നേതാവായ VM സുധീരൻ മഹേഷിൻ്റെ മരണത്തെക്കുറിച്ച് ഒരു പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിരിക്കുന്നു. മഹേഷ് എന്ന് പറഞ്ഞ ഒരു SNDP യൂണിയൻ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്ലോസ് അല്ലായി ആയിരുന്നു അദ്ദേഹം. എല്ലാ അവിടെ ഉണ്ടായിരുന്ന മൈക്രോ ഫിനാൻസിൻ്റെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവാം. ഇദ്ദേഹം അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അദ്ദേഹം തന്നെയായിരിക്കാം. അദ്ദേഹം കേവലം ഒരു ആജ്ഞാനുവർത്തി മാത്രമായിരുന്നു. പക്ഷേ കേസ് വന്നപ്പോൾ എല്ലാം മഹേഷിൻ്റെ തലയിൽ കെട്ടിയിടുകയാണ്, അദ്ദേഹത്തിന് കുരുതി കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മഹേഷ് അദ്ദേഹമല്ല അത് ചെയ്തത്, മഹേഷാണെന്ന് വരുത്തി തീർക്കുകയും ശ്രമിച്ചു. അത് തികഞ്ഞ ജനാധിപത്യ വിരുദ്ധത നടമാടിക്കൊണ്ടിരിക്കുന്നത്. ചിലരുടെ കയ്യിൽ മാത്രം വെൽത്ത് വന്നു കുമിഞ്ഞുകൂടെ SNDPയുടെ സ്വത്ത് സ്വന്തം കയ്യിലേക്ക് വന്നു എന്നുള്ളൊരു അവസ്ഥ വരുത്തി തീർത്തു. SNDPയുടെ ഗുരുദേവൻ്റെ മാനവിക മൂല്യങ്ങൾക്കും ആദർശങ്ങൾക്കും വിരുദ്ധമായി വർഗീയത പ്രചരിപ്പിക്കുകയും സ്വന്തം വെൽത്ത് അക്യുമുലേഷൻ അല്ലെങ്കിൽ സ്വന്തമായി സ്വത്ത് തന്നിലേക്ക് മാത്രം ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കക്ഷിയെ ജാഗ്രതയോടെ പൊതുസമൂഹം കാണേണ്ടതുണ്ട്. അത് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെ ആയിരിക്കണം മുന്നണിയുടെയും നിലപാട് എന്ന കൃത്യമായ സന്ദേശം ശ്രീ VM സുധീരൻ മുന്നണിക്ക് കൊടുക്കുകയും അത് പ്രകാരം കഴിഞ്ഞ ദിവസം SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുത്ത ഇവരും കൂടി പങ്കെടുക്കാനിരിക്കേണ്ടത് യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാർ വിട്ടുനിന്നു എന്നുള്ളത് വലിയ ഒരു സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. അതിനു മുന്നേ നമ്മുടെ ബിന്ദു കൃഷ്ണ ഇങ്ങനെ കുമ്പിട്ട് നിന്ന് തലയിൽ അനുഗ്രഹം വാങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. വളരെയധികം ഖേദം, വളരെയധികം വിഷമം നമുക്ക് തോന്നി. ബിന്ദു കൃഷ്ണ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടൊരു അഭിപ്രായം നിലപാട് അവർക്ക് എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം അവരും അതുകൊണ്ട് ചേർന്ന് പോകാൻ. പക്ഷേ അതിൽ കൃത്യമായ ഇടപെടലാണ് മുതിർന്ന നേതാവായ ശ്രീ VM സുധീരൻ നടത്തിയതും അത് പ്രകാരം മന്ത്രിമാരും മുന്നണിയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ ആശാവഹമായൊരു കാര്യമാണ്. അത് തുടർന്നു പോകട്ടെ, മുന്നണി ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. വർഗീയവാദികളെ അല്ലെങ്കിൽ സ്വാർത്ഥ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാരത്തെ ഉപയോഗിക്കുന്ന ഇത്തരം ആൾക്കാരെ മുഖംമൂടി വലിച്ചു കീറപ്പെടുക തന്നെ വേണം. അതിനുവേണ്ടി സർക്കാർ സംവിധാനം പൊതുസമൂഹത്തിന് നല്ലൊരു മാതൃക നൽകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തു എന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ്. നന്ദി, നമസ്കാരം.